ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു കുടുംബ യൂണിറ്റ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് കാണുന്നത്. വൈകിട്ടൊരു 4:30-5 മണിക്കൊക്കെയാട്ടോ പരിപാടി തുടങ്ങുന്നത്. പിന്നെ ഇത് ഫസ്റ്റ് ഗസ്റ്റ് എത്തി. പിന്നെ അമ്മച്ചിയുടെ കൂട്ടുകാരികളൊക്കെ വന്നു. പിന്നെ ഒരു 5:30-6 മണിയായപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാവരും ആയിട്ടോ അവിടെ. അതിൻ്റെ ഇടയിൽ ഒരാൾ ക്യാമറ പെടാതിരിക്കാൻ നോക്കി, പക്ഷേ ഞാൻ പെടുത്തി കേട്ടോ. അതിന് ശേഷം എല്ലാവരും വന്ന് സീറ്റൊക്കെ ഫുൾ ഫില്ലായി. അപ്പോഴേക്കും പിന്നെ പരിപാടി തുടങ്ങുന്ന സമയമായി. പരിപാടി തുടങ്ങി. ഫസ്റ്റ് പ്രയർ, ബൈബിൾ റീഡിങ് അതൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും ഒരാൾ ഓടി വന്ന് സീറ്റൊക്കെ പിടിച്ച് ഇവിടെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ സിസ്റ്റർ വന്ന് കുറച്ച് സംസാരിച്ചു. പിന്നെ കൊച്ചാണെങ്കിൽ കൊച്ചിൻ്റെ കാര്യങ്ങൾ സൈഡിൽ കൂടെ നടത്തണമുണ്ട്. പിന്നെ അച്ഛൻ വന്ന് എല്ലാവരുടെയും കൂട്ടത്തിലിരുന്നു. അച്ഛനെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇരിക്കേണ്ട സീറ്റിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വിളിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അച്ഛന് ബൊക്കെയൊക്കെ കൊടുത്ത് സീറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഇരുത്തി കേട്ടോ. പിന്നെ എല്ലാവരും വന്നു, ചർച്ച തുടങ്ങി, മീറ്റിംഗ് തുടങ്ങി. അതിൻ്റെ ഇടയിൽ സർപ്രൈസായിട്ട് ഞങ്ങളുടെ അപ്പാപ്പൻ്റെ 92ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അത് ഭയങ്കര സർപ്രൈസായിട്ട് അപ്പാപ്പനെ വിളിച്ചിരുത്തി ഞങ്ങൾ ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത്. അപ്പാപ്പൻ്റെ അമ്മാമ്മയും സൂപ്പർ കപ്പിളാട്ടോ, ഒരു ഇൻസ്പിറേഷൻ കപ്പിൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് അവർ. നല്ല ജോഡിയാണ്. ഇണക്കുരുവികളെ പോലെ ആട്ടോ അവർ എപ്പോഴും കൂടെ ഒരുമിച്ച് തന്നെയായിരിക്കും കേട്ടോ. അങ്ങനെ തന്നെ പോട്ടെ, നമുക്ക് ആശംസിക്കാം. ടീ ടൈം ആയപ്പോഴേക്കും കേക്ക്, പഴംപൊരി സാധനങ്ങളെല്ലാം ആയിട്ടോ. അപ്പോൾ ഇവിടെ മീറ്റിങ്ങിന് വന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ അടുക്കളയിലായിരുന്നു ഈ പഴംപൊരി കഴിക്കാനും. ഒരാൾ ടെസ്റ്റ് ചെയ്യാൻ തുറന്ന് എടുക്കാൻ റെഡിയായി നിൽക്കുകയാണ്. എന്തൊക്കെയോ എടുത്ത് കഴിച്ച് നോക്കണ്ടെന്നാന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഒരാൾ ഇവിടെ ഓരോരുത്തരൊക്കെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരാൾ നന്ദന സിനിമയിൽ ജഗതി നിൽക്കണ പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സർവിങ് ഒക്കെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണമൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞൊരു ക്വസ്റ്റ്യനെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഒരു 7 മണിയായപ്പോഴേക്കും സമാപനമൊക്കെ പറഞ്ഞ് പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയ കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയൊക്കെയുള്ള പരിപാടികൾ. ടാറ്റാ, ബൈ ബൈ.